സെൽഫിങ് ഒരു ഗിമിക്ക് പറയുന്നതാണോ നിങ്ങൾ വെറുതെ മാർക്കറ്റിംഗിന് വേണ്ടി പറയുന്നത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിയേക്കുന്നതിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് PPF. ഇപ്പം നമുക്കൊരു 95% സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറയാൻ പറ്റണത് PPF മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറിയ പോറലുകളോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് ഉണങ്ങി പോകാറില്ലേ? അപ്പം അതേമാതിരി തന്നെയാണ് PPF-ഉം. അത് TPU PPF അടിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് ആയിരിക്കും. ഒരു PPF-ന്റെ തിക്നെസ് വരുന്നത് 200 മൈക്രോൺ ആണ് വരുന്നത്. അതിൽ 180 മൈക്രോൺ ആണ് പോളിഎത്തിലീൻ ഫിലിമിന്റെ തിക്നെസ് വരുന്നതും 20 മൈക്രോൺ അതിന്റെ അഡിസേറ്റീവും ഗമ്മും ആണ് വരുന്നത്. 10% ആ അഡിസേറ്റീവ് ആണ് ശരിക്കും ഇതിനെ സെൽഫ് ഹീലിംഗ് ആക്കുന്നത്. സോയിൽ മാർക്ക്, ചെറിയ ചെറിയ ഈ കമ്പുകൾ അല്ലെങ്കിൽ കുറ്റികളൊക്കെ കൊണ്ടിട്ടുള്ള ചെറിയ സ്ക്രാച്ചസുകളൊക്കെ വരും. അല്ലെങ്കിൽ വല്ല പിള്ളേരുകളൊക്കെ ഈ ആണിക്കിട്ട് ഉരയ്ക്കുന്ന ചെറിയ സ്ക്രാച്ചസുകളൊക്കെ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ സെൽഫ് ഹീലിംഗ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് ഓരോ കമ്പനികളുടെ ഇതനുസരിച്ചിരിക്കും ഈ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ സെൽഫ് ഹീലിംഗ് ആവും. ഓരോ കാലത്തിനും ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടഫ്ലോൺ കോട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ് പോളിമർ കോട്ടിംഗ് വന്നു. അതിന് മുപ്പാട് വന്നത് വാക്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സെറാമിക് ഒക്കെ വന്നത്. സെറാമിക് ആണെച്ചാലും ഗ്രഫിൻ കോട്ടിംഗ് ആണെച്ചാലും എവറി 1 ഇയർ ഡീറ്റെയിലിംഗ് ഷോപ്പിൽ വന്നിട്ട് അതിനെ റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. PPF എന്ന് പറഞ്ഞാൽ 1 ടൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്തൊരു ഡീറ്റെയിലിംഗ് ഷോപ്പിലേക്ക് ചെല്ലോ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചെന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുനടക്കാം. PPF 3 ടൈപ്പ് വരുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാർ സോൺ 2-ലേക്കുള്ള PPF ആണ് വിൽക്കുന്നത്. സോൺ 3-ലേക്കുള്ള PPF ആണ് നമുക്ക് ആവശ്യം. ഇന്ത്യൻ ക്ലൈമറ്റിനനുസരിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് ഉണ്ടാക്കിയേക്കുന്നതാണ് സോൺ 3. നിങ്ങൾ വാറണ്ടിക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ സോൺ 3-ലേക്കുള്ള PPF മാത്രമാണെച്ചാൽ നിങ്ങൾക്കത് കിട്ടുള്ളൂ.